എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്നിനേക്കാണ്. അതെ, ഒന്നാം ലോക മഹായുദ്ധകാലത്തിലേക്ക്. ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് തന്നെ രാജ്യങ്ങൾ തമ്മിൽ ശത്രുത പുലർത്തിയിരുന്നു. എന്നാൽ അവരൊരു കാരണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവർക്കൊരു കാരണം കിട്ടി. അതൊരു കൊലപാതകത്തിൽ നിന്നായിരുന്നു. അതെ, ഒരു കൊലപാതകത്തിൽ നിന്നാണ് മുഴുവൻ ലോകവും യുദ്ധത്തിലേക്ക് വീണത്. രാജ്യങ്ങൾ തമ്മിലുള്ള വിരോധം, വമ്പൻ സാമ്രാജ്യങ്ങളുടെ കൂട്ടുകെട്ട്, ഒടുവിൽ ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ച യുദ്ധം. വരൂ, നമുക്ക് ഒരുമിച്ച് ഒന്നാം ലോക മഹായുദ്ധകാലത്തിലേക്ക് പോയി വരാം. 1914 യൂറോപ്പിൽ ഒരു വലിയ യുദ്ധം തുടങ്ങാനിരിക്കുകയായിരുന്നു. ആ സമയം നഗരങ്ങളെല്ലാം ശാന്തമായിരുന്നു. കല്ലുകളിട്ട വടികളിലൂടെ പഴയ കാറുകൾ നടക്കുന്നു. പഴയകാല വസ്ത്രം ധരിച്ച ആളുകൾ നടക്കുന്നു. ഫാക്ടറികളിൽ നിന്ന് പുക ഉയരുന്നു. സൂര്യൻ അസ്തമിക്കുന്നു. ദൂരത്ത് ഒരു ട്രെയിൻ വിസിൽ കേൾക്കാം. പക്ഷേ അന്തരീക്ഷം ശാന്തമാണെങ്കിലും എന്തോ ഒന്ന് വരാനിരിക്കുന്നത് പോലൊരു തോന്നൽ. സംതിങ് ഫിഷി. ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ വലിയ ശത്രുതയിലാണ്. അവരവരുടെ സൈനികർ മാർച്ച് ചെയ്ത് നടക്കുന്നു. കടലിൽ വലിയ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുന്നു. ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ സംഘർഷം തുടരാൻ പോകുന്നു എന്നും തോന്നുന്നു. അപ്പോഴാണ് വലിയൊരു സംഭവം നടന്നത്. ഓസ്ട്രിയയുടെ രാജകുമാരൻ ഫ്രാൻസ് ഫെർണാണ്ടസ് കാറിൽ സെർബിയയിലേക്ക് സവാരി പോയി. ജനക്കൂട്ടം നോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ ആ ജനങ്ങളുടെ ഇടയിൽ കൊലപാതകർ ഒളിച്ചിരുന്നു. ആദ്യമായി അവർ ബോംബ് എറിഞ്ഞു. പക്ഷേ തെറ്റി. ഫെർണാണ്ടസ് രക്ഷപ്പെട്ടു. പിന്നെ ആ കാർ തെറ്റായ വഴിയിൽ കുടുങ്ങിപ്പോയി. അപ്പോഴേക്കും ഒരു കൊലപാതകൻ മുന്നിൽ വന്നു. അവൻ തോക്കെടുത്തു. അന്തരീക്ഷം മുഴുവൻ വിരിയച്ച മുടങ്ങി. അങ്ങനെ ഫെർണാണ്ടസ് കാറിനുള്ളിൽ മരിച്ചു വീണു. ജനക്കൂട്ടം നിലവിളിച്ചോടി. അങ്ങനെയാണ് ആ വലിയ യുദ്ധം തുടങ്ങിയത്. ഓസ്ട്രിയ പറഞ്ഞു സെർബിയയാണ് ഇതിനെല്ലാം കാരണം. എന്നാൽ സെർബിയയെ പിന്തുണച്ച് റഷ്യ ഉണ്ടായിരുന്നു. റഷ്യയെ പിന്തുണച്ച് ഫ്രാൻസ്. പിന്നീട് ബ്രിട്ടനും ഫ്രാൻസിനെ പിന്തുണച്ച് യുദ്ധത്തിൽ ഇടപെടേണ്ടി വന്നു. അങ്ങനെ മുഴുവൻ യൂറോപ്പും യുദ്ധത്തിലേക്ക് വീണു. അങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധം തുടക്കമിട്ടു. എന്നാൽ ജർമ്മനിയുടെ ലക്ഷ്യം ഫ്രാൻസിനെ പിടിച്ചെടുക്കുക എന്നതാണ്. അതാണ് അവരുടെ മെയിൻ ലക്ഷ്യം. അതിനാൽ ജർമ്മനി ഒരു പദ്ധതി ഇട്ടു. ഫ്രാൻസിനെ ഡയറക്റ്റ് അടിക്കാതെ ബെൽജിയം വഴി കയറി ഫ്രാൻസിന് യുദ്ധം ചെയ്യാവുന്നു. എന്നാൽ അതേസമയം ബെൽജിയം ഒരു യുദ്ധത്തിലും പങ്കെടുത്തിട്ടില്ലായിരുന്നു. ഒരു ന്യൂട്രൽ സൈഡിൽ നിൽക്കുന്ന രാജ്യമായിരുന്നു ബെൽജിയം. എന്നാൽ ജർമ്മനി ബെൽജിയത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു, യുദ്ധം ചെയ്തു. അത് ബ്രിട്ടന് പിടിച്ചില്ല. ബ്രിട്ടന് കോപിച്ചു. ന്യൂട്രൽ രാജ്യം ആക്രമിച്ചു. അതുകൊണ്ട് ഞാൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ബ്രിട്ടനും ഈ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നു. അങ്ങനെ അന്നേ കണ്ട ഏറ്റവും വലിയ യുദ്ധത്തിന് ലോകം സാക്ഷിയായി. പിന്നീട് നമ്മൾ ലോകം കണ്ടത് ഒരു ട്രെഞ്ച് യുദ്ധമായിരുന്നു. മഴ, ചെളി, ബോംബുകൾ, മെഷീൻ ഗൺ. 100 കണക്കിന് സൈനികർ ദിനം ദിനം മരിച്ചു വീണു. ട്രെഞ്ച് കളിച്ച ജീവിതം വളരെ ദുരിതപൂർണമായി തീർന്നു. ചെളി, എലികൾ, മരിച്ച മൃതദേഹങ്ങൾ, രോഗം, പുക നിറഞ്ഞ അന്തരീക്ഷം മാത്രം എങ്ങും. അവസാനം യുദ്ധഭൂമി ശൂന്യവും ഇരുണ്ടതുമായി. പുക മാത്രം, മൃതദേഹങ്ങൾ മാത്രം. ആകാശം കരിയുന്നു. ഒറ്റ വിമാനം മാത്രം കടന്നു പോകുന്നു. അത് വിമാനം മാത്രം. പിന്നെ മരണം പോലെ നിശബ്ദം എന്നും. ഇതാണ് പാർട്ട് 2. ഇനി നിങ്ങൾക്ക് പാർട്ട് 2 കേൾക്കണം ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സോ ഞാൻ ശ്രമിച്ചത് 5 മിനിറ്റിനുള്ളിൽ എങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. സോ ഇതാണ് പാർട്ട് 1. പാർട്ട് 2 ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ആൻഡ് വെയിറ്റ്.